ആട് പൊക്കി കൊടുക്കണം. ആ പൊക്കിക്കോ. ആ പൊങ്ങട്ടെ പൊങ്ങട്ടെ. ഇന്ന് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പോയാൽ എങ്ങനെ ശരിയാവുക അല്ലേ? ഇത്ര നേരം എണീറ്റാണല്ലോ. ഒരുറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ ഉറങ്ങത്തില്ലെന്നല്ല പറഞ്ഞത്, ഉറങ്ങിയില്ലമ്മ എന്നേലും ഇവിടെ പറഞ്ഞിട്ടോ. രാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പം അമ്മയും ലിജിയും കൂടെ മുട്ടൻ പണിയിലാണ് കേട്ടോ. ഇവിടെ വാക്കർ എടുത്ത് വെച്ചിട്ട് രണ്ടുപേരും കൂടെ ലിജിക്ക് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. നമ്മുടെ വാക്കറിന് ഫ്രണ്ടിൽ 2 വീലുണ്ടായ കാരണം വാക്കർ ലിജി എണീക്കാൻ ശ്രമിക്കുമ്പോൾ വാക്കർ മുന്നിലേക്ക് നീങ്ങി പോവാണ്. അമ്മ പല പരിപാടികളും നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ 2 പേര് സൈഡിൽ പിടിച്ചിരുന്നാലേ അതിനായിട്ട് എണീറ്റ് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തെന്തായാലും നിൽക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ട്. അപ്പോൾ പിന്നെ വാക്കറിലത് നിന്ന് നോക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ് ഇനിയിപ്പോൾ വാക്കറിൽ നിൽക്കുകയൊന്നും വേണ്ട, നമുക്ക് പുറത്തു പോയി നല്ല കാറ്റൊക്കെ ഉണ്ട്, കാഴ്ചകളൊക്കെ ഉണ്ട്, അവിടെ നിൽക്കാം. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ നിൽക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് നമ്മുടെ വടക്കേൽ അച്ചാമ്മ വിളിച്ചിരുന്നു. അച്ചാമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലണേന്ന് പറഞ്ഞു. ലിജീനെ അങ്ങോട്ട് അയക്കണത് ലിജിയാണ് കേട്ടോ. ഇപ്പം അങ്ങനെ അച്ചാമ്മയെ കൂട്ടിരിക്കാനൊക്കെ പോകുന്ന ആൾ ലിജി കേട്ടോ. രാവിലെ തന്നെ ലിജിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ചാമ്മയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എന്തായാലും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് നേരെ അച്ചാമ്മ എടുത്തോട്ട് പോകാം. അതുകഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് പല സ്ഥലത്ത് പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് വന്നതിന് ശേഷം നമുക്ക് ലിജീനെ ഇന്നത്തെ ദിവസം നിർത്താമെന്ന് കരുതി കേട്ടോ. രാവിലെ അവിടെ പോകേണ്ടതുണ്ടായിട്ട് രാവിലെ നിൽക്കാൻ പറ്റിയില്ല അല്ലേ? അവരെ കുളിയൊക്കെ കഴിഞ്ഞ് വീട് കാക്കൂന്തൽ എങ്ങനെയുണ്ട്? കുടി നനഞ്ഞത് കേട്ടോ, അത് വാരിക്കെട്ടാഞ്ഞത്. നേരെ അച്ചാമ്മയുടെ അടുത്ത് ചെല്ലണം. അച്ചാമ്മയുടെ അടുത്ത് ഇരിച്ചിട്ട് വേണം എനിക്ക് പഞ്ചായത്തിൽ വരെ പോകണം കേട്ടോ. അവിടെ പാലിയേറ്റീവിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് ജോയിൻ ചെയ്യണം. ഇല്ലല്ലേ, നമുക്ക് പാലിയേറ്റീവ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കമ്മിറ്റിയിലൊക്കെ ചെല്ലണമല്ലോ. അപ്പോൾ ലിജിയെ ഇവിടെ ഇരിച്ചിട്ടാണ് ഈ കമ്മിറ്റിക്ക് പോകാനായിട്ട്. അപ്പോൾ അമ്മ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും ലിജിയുടെ കൂടെ ഇവിടെ ഇരിക്കാനായിട്ട്. എൻ്റെ ഹെൽപ്പിട്ടാ ഹെൽപ്പ് എന്തെങ്കിലും കിട്ടുമല്ലേ? അല്ല നമുക്ക് മറ്റേ തൈറോയിഡ് ടാബ്ലറ്റ് ഒക്കെ കിട്ടിയാലോ ചിലപ്പം അല്ലേ? നോക്കണ്ടായിരുന്നു. ഞാൻ പറയാം, നിനക്ക് തൈറോയിഡ് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഭയങ്കര വില കേട്ടോ ബ്ലഡ് വെക്കാനുള്ള ടാബ്ലറ്റ് ഒന്നും അവിടെ കിട്ടത്തില്ലേ? അപ്പോൾ താഴോട്ട് നിറക്കട്ടെ, ഇവിടെ താഴ്ചയുണ്ടേ. ലിജി ആകുമ്പോൾ അച്ചാമ്മ എടുത്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നോളും. അച്ചാമ്മ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഹോയ് 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 ഹോയ്. ചാമ നമ്മളെ കണ്ടു. ചുമ മാറിയില്ലേ? അത് ഇന്നലെ വാർത്തയെ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു വൈറസാണ്. 4 ആഴ്ച വരെയൊക്കെ ആ ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കും. ശ്വാസകോശത്തിൽ ബാധിക്കും. ഒരു വൈറസാണ്. ന്യൂമോണിയ ഒക്കെ ആവുമെന്ന്. അല്ല, ചുമയ്ക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കിന്നാള് പനി പിടിച്ചിട്ട് എന്തൊരു ചുമയായിരുന്നു. ഞാനൊരു എല്ലാവരും അമ്മയ്ക്കോ തന്നെ എനിക്കും അതായിരുന്നു. ഒരു 1.5 മാസം ഞാൻ കഷ്ടപ്പെട്ടു. ഉറക്കത്തിൽ കിടക്കുമ്പോഴേ ചുമച്ചങ്ങ് ശ്വാസം മുട്ടിപ്പോവും. ശ്വാസം നമ്മൾ ബോധം കെട്ടുപോകണ കഴിപ്പോവും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജോലിക്ക് പോയപ്പോൾ ഇതാണെങ്കിൽ ചുമ വന്നിട്ടേ ഇവിടെ എന്തോ ഒരു ശ്വാസം മുട്ടാണെങ്കിൽ വീണുപോയി. അവിടെ എല്ലാം വിചാരിച്ചു എനിക്കെന്തോ അസുഖം വന്നു വെച്ചാൽ എല്ലാവരും വണ്ടി കയറ്റാൻ ഞാൻ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്ഥിരമുള്ള ചുമയാണെന്ന് പറഞ്ഞത്. ചുമ കാപ്പിയെ കുടിച്ചോ? കാപ്പിയെ കുടിച്ചോന്ന്? അവളൊന്നും കഴിക്കത്തില്ല ചാ, അവളൊന്നും കഴിക്കത്തില്ല. ഇഡലി, ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ അവന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടാലേ കഴിക്കുള്ളൂ. അങ്ങനെയല്ല, ഇപ്പോൾ കുറേ ദിവസം മുട്ടയും പാലേ കഴിക്കുന്നത്. ഇനി കുറേ നാളത്തേക്ക് മുട്ടയും പാലേ കഴിക്കത്തുള്ളൂ. വേറെ എന്ത് കൊടുത്താലും കഴിക്കൂല. അത് ചില വാശി. ഇനി നമ്മൾ നിർബന്ധിച്ച് വേറെ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് പഴം കഴിക്കാൻ തുടങ്ങും. പഴം കഴിക്കാൻ തുടങ്ങിയ പിന്നെ പഴം മാത്രമാവും. പറഞ്ഞോട്ടെ. സെന്തുകുഞ്ഞോ പോയോ?
സിന്ധു കുഞ്ഞമ്മ സിന്ധു പോയി. മോള് പരീക്ഷ എഴുതാൻ പോണില്ലേ? പരീക്ഷ എഴുതാൻ പോകുന്നു. അതേപോലെ കുണ്ടറ കണ്ട് ബൂസ്റ്റ് ചെയ്ത് സീക്രട്ട് ഓഫ് മൈ എനർജിയാ കഞ്ഞിവെള്ളം. ലിജി ഇവിടെ വന്നിരുന്ന് സെറ്റായിട്ടോ. അപ്പം അച്ഛൻ ഭാഗത്തോട്ട് കഞ്ഞിവെള്ളം എടുക്കാൻ പോയി. ലിജി വീട്ടിലാണേലും കഞ്ഞിവെള്ളം കുടിക്കാം കേട്ടോ ഉച്ചയ്ക്ക്. സ്റ്റാർച്ചിന് വേണ്ടി ലിജി ഉപയോഗിക്കുന്ന സാധനം അതാണ് കേട്ടോ. വന്നപ്പോഴേ അച്ഛാമ്മ പറഞ്ഞ് കോഴിമുട്ട ഒഴുകി തരാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ അച്ഛാമ്മ വേണമെങ്കിൽ ലിജി എടുത്ത് എന്ത് ചോദിച്ചാലും വേണ്ടാന്ന് പറയത്തുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ വേണമെന്ന് പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ലിജി വേണമെന്ന് തന്നെ പറയും. എന്താ സംഭവം എന്ന് വെച്ചാൽ അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് തന്നെ പറയത്തുള്ളൂ. ലിജിയുടെ ഒരു പഴയ ലിജി ആ രണ്ട് സൈഡിൽ കൈ എടുത്തിട്ട് ആ മുടി ഒന്ന് ബാക്കിലോട്ട് പിടിച്ച് കെട്ടുന്ന പോലെ കാണിച്ച് ലിജി ഇപ്പം ഇങ്ങനെ ചെയ്യും കേട്ടോ. ഉണ്ടോ ഒരു ബന്നും കൂടെ കൈ കുറച്ച് ബന്നല്ല എന്നെന്ത് പറയുന്നത് റബ്ബറും കൂടെ കൊടുക്കാമെങ്കിൽ ബാക്കിൽ കെട്ടും. അതാണ് ലിജി മോൾ. ഉണങ്ങിയോ? അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കൊണ്ടുവരാൻ റബ്ബർ കൊണ്ടുവരാൻ പറയാം. വേണ്ടേ? അച്ഛാമായിട്ട് കാര്യം പറഞ്ഞു വിട്ടിരിക്കേ. എന്തുവാ ഇടിച്ചേക്കുന്നോ? അത് പാപ്പ കൊണ്ടുവച്ച് അവിടെ വെച്ച് ഇടിച്ചാ. പാപ്പ ഇടിച്ചാവണം. പാപ്പൻ ഇവിടുത്തെ പാപ്പൻ്റെ അച്ഛൻ്റെ അനിയനാട്ടോ. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഇവിടുത്തെ അച്ചാച്ചൻ. അത് മരിച്ചുപോയ ഞങ്ങളുടെ അച്ചാച്ചൻ. അതായത് അച്ഛൻ്റെ അച്ഛൻ കൊച്ചിലെ മരിച്ചു പോയത്. അച്ഛനെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തേ മരിച്ചു പോയതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് അച്ഛനെ അനിയന്മാരെയൊക്കെ പണ്ട് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന മുതിർന്ന ആളും കാരണവരും എല്ലാം ഇവിടുത്തെ അച്ചാച്ചനാണ്. ഇതിന് മൂത്തൊരു അച്ചാച്ചൻ അപ്പുറത്തുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. പിന്നെ അതിൽ വേറൊരു അച്ചാച്ചൻ ഉണ്ടായിരുന്നു. ആ അച്ചാച്ചൻ ഒരു 10-15 വർഷം മുന്നേ മരിച്ചുപോയി. പിന്നെ ഉള്ള 2 പെങ്ങന്മാരുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പാപ്പൻ. ഇവിടുത്തെ 2 പാപ്പന്മാരും ഒരു അപ്പച്ചി. അപ്പച്ചി എന്ന് പറയുന്നത് അച്ഛൻ്റെ പെങ്ങളെയാണ് ഞങ്ങൾ അപ്പച്ചി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ അപ്പച്ചി പാലക്കാടാണ്. കെട്ടിച്ചിട്ടേക്കുന്ന കുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ജോലി ആ മാമന് ജോലി പാലക്കാടായതുകൊണ്ട് അവർ പാലക്കാട് വീടൊക്കെ വെച്ച് താമസിക്കുകയാണ് കേട്ടോ. അതെവിടെയാടി? കഞ്ചിക്കോട് അല്ലേ? പാലക്കാട് കഞ്ചിക്കോട്. രണ്ടാമത്തെ മൂത്ത പാപ്പൻ പാലക്കാട് തന്നെ. ആ സ്ഥലം എനിക്കറിയത്തില്ല. പാലക്കാട് റെയിൽവേ ജോലി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇളയ പാപ്പൻ ഇവിടെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുക. അവിടുത്തെ മാനേജർ ലെവൽ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് പൊസിഷൻ എനിക്കറിയില്ല. അപ്പോൾ അവരെല്ലാം ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടേക്കായിട്ട് അച്ചാമ്മ ഇവിടത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂട്ട് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ വേണം പിന്നെ ഫ്രഷ് നാടൻ കോഴിമുട്ട ഉണ്ട്. അപ്പോൾ അത് അച്ചാമ്മ വന്നപ്പോഴേ പറഞ്ഞ് മുട്ട പിഴുകി തരാമെന്ന്. അപ്പോൾ ലിജിക്ക് മുട്ട വേണ്ട. എനിക്ക് ഒരു മുട്ട ഒരു ദിവസം കഴിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. ലിജി ഞാൻ പോട്ടെ, നിങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കേ. ചാമ കഞ്ഞോളം എഴുതാൻ പോയാ. ചാമേ ഞാൻ അങ്ങോട്ട് പോണേ. ഇല്ല പഞ്ചായത്ത് വരുന്ന് പോകണം. ഞാൻ പോയിട്ടില്ല. ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മ ഒരിതാണ് കേട്ടോ. എന്താ പറയുന്നത്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് കേട്ടോ. ഇതിങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് മേടിച്ച മെഡലുകളാണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ കേട്ടോ. നമ്മുടെ ഫോട്ടോ ഇവിടെ ഇരിപ്പില്ലല്ലേ, കാണിച്ചതായിരുന്നു. വരുമ്പോൾ കാണിച്ചത് കേട്ടോ. ഇത് മാസ്റ്റേഴ്സ് വുമൺ ഫസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്ട് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ. എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ്. പിന്നെ അതങ്ങനെ ഓരോ സംഭവങ്ങൾ. ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് അടിപൊളി മെഡലുകളാട്ടോ. ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇത് സൂപ്പർ മാസ്റ്റേഴ്സ് ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഫെഡറേഷൻ. ഇതിലേക്ക് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ കേരള സോൺ. അപ്പോൾ കുഞ്ഞ് വർക്ക് ചെയ്യുന്നത് സ്പൈസസ് ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് കേട്ടോ, പാലാരിവട്ടത്ത് സ്പൈസസ് ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. മാസ്റ്റേഴ്സ് ഗെയിംസ് അസോസിയേഷൻ ഓഫ് കേരള എറണാകുളം. ഇതെല്ലാം എറണാകുളത്തൊക്കെ കൂടുതലായിട്ട്. എറണാകുളത്ത് പുറത്ത് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മലപ്പുറം അല്ല, മലപ്പുറം തോന്നുന്നു. ഇത് സ്ഥലം എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ. ഇത്രയും മെഡലുണ്ട് കേട്ടോ. മെഡൽ, ഇത്രയും ട്രോഫികൾ. ഓക്കെ,
ഇതിവിടെ കുമ്പളങ്ങി ഞങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് കേട്ടോ. കണ്ണൂർ എല്ലാ ജില്ലയിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് എറണാകുളം. ഒരുപാട് പുറത്തൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ എവിടെയാണെന്ന് അറിയാൻ വയ്യ. തമിഴ്നാട് തിരുച്ചി, അതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ പോട്ടെ. ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വരാം. ബോഡി മസാജ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്, അപ്പം മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും നമുക്ക് വാങ്ങി തേക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യും? ഞാൻ ലിജി കൊച്ചിനെ അവിടെ എടുത്തിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി. പാലിയേറ്റീവ് രോഗി കുടുംബ സംഗമം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ഡോക്ടേഴ്സൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രോഗികളെ എങ്ങനെ പരിചരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കുറച്ചു നേരം ഞാൻ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ. അപ്പോൾ രാവിലെ അല്ല പിന്നെ ഉറങ്ങത്തില്ലെന്നല്ല പറഞ്ഞത്, ഉറങ്ങിയില്ലമ്മ. എന്നേലും ഇവിടെ പറഞ്ഞോ, എന്നേലും പറയട്ടോ ഉറങ്ങിയെന്ന്. ഉറങ്ങിയില്ല, ഉറക്കത്തിൽ കിടന്നോളാം. രാവിലെ വടക്കേ പോയി അച്ചാമ്മയെ കൂട്ടിരുന്നിട്ട് ഉച്ചയ്ക്ക് വന്നേട്ടോ. ചൂടത്ത് ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. ആവി കൊണ്ടിട്ട് പുഴുങ്ങുവാണ് ഞങ്ങൾ കേട്ടോ. അതെ, വിരിഞ്ഞാനത്. അപ്പോൾ ഞങ്ങൾ അച്ഛാ അവിടെ വടക്കയിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ ലിജി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഫുഡ് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അത് കേട്ടോ വന്നേ. അപ്പോഴത്തേന് ഞാൻ വന്ന് ഉമ്മ ലിജി അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലിജി നിൽക്കാൻ പോവാ. അമ്മ അത് പിടിച്ചു കൊടുക്കമ്മ. ഓ അങ്ങനെ വെച്ച് കെട്ടാനാ? ഓ ശരി, കെട്ടിക്കോ. ആ കൈയൊക്കെ തിരിയുന്നുണ്ടാവാം. തിരിയുന്നില്ല കേട്ടോ. മിടിക്കി തിരിഞ്ഞെന്ന് എന്നോട് പറയണ്ട, ഇളം കെട്ടിയാൽ മതി. ബോധിപ്പിക്കുന്ന എന്തിനാ, ഞാനത് ചെയ്തു. ഓ കെട്ടി. എന്നാ അമ്മ നിൽക്കാൻ വന്നു. രാവിലെ നിൽക്കാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. ചോറ് കഴിച്ചാൽ എന്തോ കറിയോട്ടെ അവിയലായിരുന്നോ? രസമായിരുന്നോ? രസവും വേറൊന്നും കൂട്ടിയില്ലേ? കക്കാത്തോരൻ രസമായിരുന്നു കേട്ടോ. ഇന്ന് വടക്കേ അച്ചാമ്മയുടെ അവിടെ മീൻകറി ഉണ്ടായിരുന്നോ? എനിക്കിന്ന് അതൊന്നും വേണ്ട. മീൻകറി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് പടപടന്ന് ആയിക്കോട്ടെ. നമ്മുടെ ഇരുട്ടി വരുന്നു, നേരെ ഇരുട്ടി വരുന്നു. സോപ്പം മേടിച്ചോ. മുഖത്തിച്ചിരി വെള്ളം തച്ചിട്ട് സോപ്പ് വെക്കാൻ തരുന്നു. അയ്യോ, ടവല് ചേർത്തെടുത്ത് ഞാൻ ടവൽ എടുത്തിട്ടില്ല. എന്താ ഒരു കഴിഞ്ഞ് കൈ വീഴട്ടെ. വെള്ളം താഴെ. നിങ്ങൾ എൻ്റെ കൂടെ എന്ത് കാണിക്കുന്നു ഇവിടെ? പറയണേ. വെള്ളം വീണോ? ഇല്ല, വീണില്ല. ടവലുണ്ടോ? ഞാൻ ടവലെടുത്ത് ബുദ്ധിപരമായി ടവലെടുത്തിട്ടുണ്ട്, നനഞ്ഞില്ല. ഉറക്കക്ഷീണമായതുകൊണ്ട് ഇത് നിൽക്കാൻ പറ്റുമോ?
ഓ എന്തോടെ ബ്രൈറ്റ്നെസ് ആയല്ലേ ഇപ്പം. ഭയങ്കര ബ്രൈറ്റായി ലിജി മുഖമൊക്കെ കഴിയുന്നപ്പം. പോയാലെന്നാല് നമ്മുടെ ഗോതയിലേക്ക്. ആ തുടച്ചിട്ട് മതി. സമയത്തിട്ട് ലേറ്റായി കേട്ടോ, 6 മണി കഴിഞ്ഞ്. കളറില്ലാത്ത ആ 6-7 വർഷം പഴക്കമുള്ള ലിജിയുടെ പണ്ടത്തെ ടവല. പണ്ട് ഉപയോഗിച്ചോണ്ട് ടവല് അസുഖം വരുന്നതിന് മുന്നേ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്താ അറിയാം, ലിജി പറയുന്നത് ഇന്ന് വരെ കേൾക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ്. അറിയില്ല. ടവലേത് പോയാലോ നിൽക്കാൻ. ചെയ്തോ കേട്ടില്ലേ അല്ലേ? ആ ആ ഒരു ചേച്ചി പറഞ്ഞോ എന്തുവാ മനസ്സിലാവുന്നില്ല അതല്ലേ? ചിലർക്ക് മനസ്സിലാവില്ല, ചിലർക്ക് നല്ലോണം മനസ്സിലാവും. ആ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ഓർഡർ ഒന്നും വേണ്ട, വിട്ടുകൊണ്ട് പോ. വേണോ? ഓർഡറൊക്കെ ഇട്ട് ഒരുങ്ങി അങ്ങല്ല നേരെ ഒരു ഇട്ടോ, അവിടെ വെട്ടം പോലും ഇല്ല. ഇന്നും നടന്നില്ല കേട്ടോ. നമ്മുടെ പാരൽ ബാറിന് താങ്ങ് കൊടുക്കാൻ പറ്റിയില്ല. നാളെങ്കിലും ചെയ്യണം. അതെന്താ വേറെ പണി? നടന്നിട്ട് പോരെ? ആ നടക്കാറായിട്ട് മതി താങ്ങ്. ശരിയാ. എന്നാലും നമുക്ക് 2 സ്റ്റെപ്പ് ഇന്ന് വെച്ച് നോക്കണം അല്ലേ? അത് നോക്കാം. വാ പെട്ടെന്നാട്ടെ. അതൊക്കെ പറക്കി മാറ്റാം. ഇലയൊക്കെ പറക്കി മാറ്റാം. ഇയാളെങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓർഡർ 3 മണിയായിട്ട് ഞാനും അമ്മയും വെയിറ്റ് ചെയ്യുക നിന്നെ കാണാനിട്ട്. ഇപ്പൊ വരാം, ഞാൻ കിടത്തിട്ട് വരാന്ന് പറഞ്ഞ് പോയ ടീമാ. 6 മണിയായി. നടുവ് നോത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇരിക്കുന്നല്ലേ എന്നാ വരി കുഞ്ഞെ. ആ ഓക്കെ അല്ലേ? സെറ്റായി. ഓക്കെ എന്നാ പാപ്പ തുടങ്ങിയാലോ പണി. തറയിൽ ചവിട്ടുക, കൈ മുറുക്ക പിടിക്കുക, നടുപൊക്ക് എണീക്കുക. ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. പൊങ്ങിക്കോ. വെരി ഗുഡ്. ഒന്ന് ബാലൻസ് ആയിക്കോടാ. നിർത്തിക്കാം. ആ അടുത്ത കൈ എന്തിനാ വളച്ചു പിടിച്ചേക്കുന്നത്? നേരെ നിൽക്ക്. അമ്മ സൈഡിലൊന്നും പിടിച്ചോ, ബാലൻസ് ഇല്ല പെട്ടെന്ന്. ആ അപ്പോൾ ഉറക്ക ക്ഷീണമാണെങ്കിൽ എണീക്കാം. കഴിഞ്ഞ ദിവസം ഉറക്ക ക്ഷീണമായിട്ട് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? ആ ഉറക്ക ക്ഷീണം ഇല്ലേ? നേരെ നേരെ നടു വളയാതെ കാലെ വെയിറ്റ് കൊടുത്തേക്ക്. മുട്ട കറക്റ്റാണോ? മുട്ട വളഞ്ഞോ? ഇല്ല. ഓക്കെ. എന്താ ഈ കാല് പുറകിലാണോ? ഈ കാലെന്താ വളച്ചു പിടിച്ചേക്കുന്നത്? വളച്ചു പിടിച്ചിട്ടുണ്ടോ? ഈ കാല് വളച്ചു പിടിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു. ആ ഫസ്റ്റ് നിപ്പ് ഇച്ചിരി പെട്ടെന്നിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ചാർജായി വരണമെന്ന്. അതാ സംഭവം. അപ്പൊ ഇനി വഴിയെ പോകുന്നവരെ കഥ പറയല്ലേ? അപ്പാപ്പൻ പോയോ? പാവൻ പോയിക്കോട്ടെ. നമുക്ക് ഇരുട്ടുന്നതിന് മുന്നേ എണീറ്റ് നിന്ന് ഇന്നത്തെ എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? എണീറ്റോ? എന്നോട് ചോദിക്കാതില്ല, ഇയാളെ എണീറ്റായി. ഗുരു അല്ലേ? ഗുരുവിനോട് കുരു അല്ലേന്ന് പറഞ്ഞത്. ഗുരു എന്നാ പറഞ്ഞു.
അമ്മക്ക് അതൊക്കെ ഞാൻ കൊടുത്തോളാം. എനിക്ക് സമയങ്ങളെ ആ ഒരു എനർജി തന്നെ എണീറ്റോ. വരട്ടെ. റെഡി 1 2 3 മുന്നോട്ട് കുനിയ. ഇല്ല ഞാൻ തട്ടത്തില്ല. മുന്നോട്ട് കുനിയ എണീക്കുക. ആ ഓക്കെ. എണീറ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? നേരെ നോക്ക്, വേറെ ആരും നോക്കല്. സെൻട്രൽ മെയിൻ നേരെ നോക്ക്. നേരെ നോക്കിയിട്ട് ബാലൻസ് ചെയ്യ്. എങ്ങനെ നിൽക്കണ്ടേന്നുള്ളത്. ബാലൻസ് പിടിച്ചു നിർത്ത് ശരീരത്തെ. ആ വെയിറ്റ് കയറട്ടെ. നടു വളയ്ക്കാതെ ആ നേരേക്ക്. വളയ്ക്കാതെ ഇട സൈഡിലോട്ട് പോകണെന്താ? മുട്ട് വളയല്, നടുവളയല്, മുട്ട് വളയാതെ എത്ര മിനിറ്റ് നിൽക്കുമെന്ന് നോക്കട്ടെ. അല്ലേ 100 വരെ എണ്ണാൻ പറ്റുമോ? അതിന് ഇടത്തോട്ട് നടു വളഞ്ഞ് പോകുന്നു. നേരെ ആക്ക്. ഇടത്ത് കൈ വെല്ലം കൊടുത്ത് കൈ വെക്ക്. അടുത്ത് നിന്നോ. പിടിച്ചെടുത്ത് വെല്ലം പിടിക്കുക. ലിജി നേരെ നോക്ക്. ഇരിക്കണോ? എന്നാൽ ഇരുത്തി. ഓക്കെ. അടുത്ത പെട്ടെന്ന് തന്നെ അങ്ങ് നിൽക്കണേ. ഇവിടെ തുണി വിട്ടണമെന്ന് വിചാരിച്ചു, നടന്നിട്ട് വിട്ടുപോയ കാര്യം. പുറത്ത് പോയാറേ വന്നപ്പോൾ ഒന്നും നടന്നില്ല. നാളെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ തുണി ഇട്ടിട്ടേക്കാവേ. ആ ടർക്കി ശരിയാവില്ല. അത് ആ ടർക്കി തെന്നി പോടി, നീ കൈ സ്ലിപ്പായി പോകും. ഇവിടെ എന്തെങ്കിലും മുറുക്ക ചുറ്റി വെക്കണം. ഇല്ല, ഇതിനകത്ത് തന്നി പോകുന്നത്. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ലിജിയുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ലിജിയുടെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് നടക്കാമെന്നുള്ള രീതിയിൽ വെച്ചിട്ട് പറയുന്നതാണെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം ലിജിയുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ നോക്കിയിട്ടൊന്നും നടന്നിട്ടില്ല. ഇനി എഴുന്നേറ്റൊക്കെ നടക്കുമ്പോൾ കുറേ ആയിരിക്കും എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ. അല്ലേ ലിജിക്കും കുറയ്ക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷേ നടക്കുന്നില്ല. അല്ലേ അതിൻ്റെ ഭാഗമായിട്ട് അവൾ ഫുഡ് കഴിക്കാത്തത്. ഇവിടെ നമുക്ക് അടുത്ത് നെക്സ്റ്റ് നാളെ നമുക്ക് നാളെ പോയാലോ? മറ്റേ വണ്ടിയൊക്കെ വെയിറ്റ് എടുക്കുന്ന സ്ഥലത്ത് വിത്തൗട്ട് അത് കൊണ്ടുവരാൻ എവിടെയെങ്കിലും ഉണ്ടാവും. വിത്തൗട്ട് വെയിറ്റ് എടുത്താൽ മതി. ആദ്യം വണ്ടിയിൽ ലിജിനെ ഇരുത്തിക്കൊണ്ടിരുന്ന വണ്ടിയുടെ വെയിറ്റ് എടുക്കുക. അല്ല, വണ്ടിക്കകത്ത് ലിജിനെ ഇരുത്തിയിട്ട് വണ്ടിയുടെ ഫുൾ വെയിറ്റ് എടുക്കുക. അപ്പോൾ ഒരു വെയിറ്റ് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഇറക്കിയതിന് ശേഷം വണ്ടി വിത്തൗട്ടിൽ നിന്നെ ഇല്ലാതെ ഒരു വെയിറ്റ് എടുക്കുക. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നിൻ്റെ വെയിറ്റ് എത്ര അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെ പോയിട്ട് ലിജിയുടെ വെയിറ്റ് അങ്ങനെ എടുക്കാം. ലിജിനെ അല്ലാതെ വെയിറ്റ് മെഷീനകത്ത് കയറ്റി നിർത്തിയാലേ ലിജിക്ക് അവിടെ പിടിക്കാതെ നിന്നാലേ കറക്റ്റ് വെയിറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ സപ്പോർട്ട് ചെയ്താൽ വെയിറ്റിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് നാളെ പോയിട്ട് ലിജിയുടെ വെയിറ്റ് എന്താ നോക്കാം. 78 കിലോ, 70-75 കിലോ ഉണ്ടാവുമായിരിക്കും. അറിയാൻ വയ്യ, നമുക്ക് അത് ഗസ് ചെയ്യാണ്ട. നമുക്ക് പോയി നോക്കാം. കാലൊക്കെ നേരമൊക്കെ എനിക്ക് വേണ്ടോ. ഓക്കെ, റെഡി. നേരെ ഇതോടെ മാവിനാട്ടുന്നോ? നേരെ നോക്ക്, തല നേരെ വെക്ക്. ആ നടു നേരെയാക്ക്. നടു നേരെയല്ല. അമ്മ സൈഡിൽ നിന്നമ്മ ഇന്ന് കറക്റ്റായിക്കോട് ബോഡി. കാലൊക്കെ കാണാൻ വേണ്ട. നൈറ്റ് ഫുള്ള് കവറായിപ്പോയി. നേരെ കൈക്ക് ബലം കൊടുത്തില്ല ജി, കൈക്ക് ബലം കൊടു. നടക്കോ ഫ്രണ്ടിലോട്ട് എടുത്തൊക്കെ. ആ നൈറ്റ് ചെയ്തായിട്ട് പൊക്കി പിടിച്ചാൽ ഫ്രണ്ടിലത്തെ നൈറ്റ്. നടന്നോ ഒരു കാല് വെച്ചോ. എടുത്ത കൈ ബലം. വെരി ഗുഡ്. ആരുടെ എടുത്ത സൈഡ് വരും. നടു വളഞ്ഞു നിൽക്കുവാണല്ലോ ജി. നേരെ നിൽക്ക്, സ്ട്രെയിറ്റ് നിൽക്ക്. ഇനി അടുത്ത കാല് പൊക്കി വെക്ക്. അടുത്ത സൈഡ് ബലം കൊടു. വെരി ഗുഡ്. ലക്ഷ്യത്തിലൊക്കെ കിടക്കും. ഒരു കാലൂടെ വെച്ചോ. എന്നാൽ കാല് ബാക്കിലോട്ട് വെച്ചോ. അടുത്ത കാല് പൊക്കി ബാക്കിലോട്ട് വെക്കുക. വലത്തെ കാല് കുത്തിക്കൊണ്ട് അടുത്ത കാല് പൊക്കി വെക്കുക. വലത്തെ കാല് പോയല്ലോ ആദ്യം. കാല് വെക്ക്. പിടി. നടന്ന് കുഴഞ്ഞു പോയി. ഇവിടെ ഞാൻ പൊക്കി അവിടെ കൊണ്ടിരുത്തി.
ക്ഷീണിച്ചു പോയി. എണീറ്റോ. കുറേ കാല് കുത്തുക, നടു പൊക്കുക, കൈ ബലം കൊടുക്കുക. കൈ ബലം പിടിച്ച് മുന്നോട്ട് ആഞ്ഞ് കാല് കുത്തി നടു പൊക്കി കൊടുക്കണം. ചവിട്ടിയിട്ട് നടു പൊക്കി കൊടുക്കണം. ആ പൊക്കിക്കോ. ആ പൊങ്ങട്ടെ. എനിക്ക് കുഴഞ്ഞു പോയിട്ടോ. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇത്രയും വൈകുന്നേരമായ ക്ഷീണമായതുകൊണ്ടായിരിക്കും അല്ലേ? ഉറക്കത്തിനുണ്ട്. ഉറങ്ങിയില്ല. ഓടിയോ? ഞാൻ കണ്ടല്ലോ നീ കിടന്ന് ഉറങ്ങുന്നു. അത് കുഴപ്പമില്ല. നാളെ രാവിലെ എന്നാൽ ഇന്ന് കുഴപ്പമില്ല. ഇന്നത്തെ ഇന്നില്ലേലും കുഴപ്പമില്ല. നാളെ എന്നാൽ നാളെ രാവിലെ നമുക്ക് ഉരുളാം കേട്ടോ. നാളെ അവിടെ ഇത് പാവിരിച്ചിട്ട് ഉരുളൊന്ന് എക്സസൈസ് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അപ്പം തന്നെ നിൽക്കാൻ വരണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളാം. ആരെ ഉരുളിന് നേർച്ച നാളെ. അപ്പോൾ ഇന്നത് മതി കേട്ടോ. വിജയ പൊങ്ങണില്ല. പകുതി വരെ വരുന്നത് 2 വട്ടം ഡ്രോപ്പായി പോയി. വീഴത്തില്ല. അവൾ പകുതി വരെ ഇങ്ങനെ പിടിച്ചേക്കും. ഒന്ന് കാണിച്ചത് അതെങ്ങനെയാണ്? കാല് മുന്നോട്ട് വെച്ചിട്ട് ഒന്നുകൂടെ കാണിച്ചേ. പൊങ്ങാൻ പറ്റുന്നില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നടു പൊക്കാൻ പറ്റുന്നില്ല. അത് ആ ഒരു പവർ ഫുള്ള് ശരീരത്തിന് ഇന്ന് രാവിലെ എനർജി ഫുള്ള് ഇല്ലാത്തതുകൊണ്ടാണ്. ഉടുപ്പ് പിടിച്ച് കയറിയിട്ടതമ്മ. ഫുൾ മനസ്സിൽ വിചാരിക്കുക എണീക്കണമെന്ന് ഒറ്റ വിചാരം വിചാരിക്കുക. ഒറ്റ എണീപ്പം എണീക്കുക, തറ ചവിട്ടുക, നടു പൊക്കുക, കൈ പിടിച്ച് പൊക്കുക, എണീക്കുക. ആ മനസ്സിലത് ഇത് വേണം. എണീക്കണം. റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞാൽ എണീക്കണം. മനസ്സിനിപ്പോൾ പറയണം റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയാം. ഒറ്റ എണീപ്പം എണീക്കുക. അപ്പോൾ അത് എണീക്കുന്നില്ല കേട്ടോ ലിജി. അപ്പോൾ നാളെ ഇതെന്ത് സംഭവിച്ചതാണെന്ന് ഒരു പിടിയില്ല കേട്ടോ ലിജിക്ക്. മുട്ട് കുത്തി പോവാ. മുട്ട് നോക്കണം. അതെങ്ങനെയാ? നടു ബാക്കിലേക്ക്. പക്ഷെ അതൊന്ന് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പോയാൽ എങ്ങനെ ശരിയാവുക അല്ലേ? ഇത്ര നേരം എണീറ്റാണല്ലോ. ഇതിലെണീക്കണം കേട്ടോ. അത് റെഡിയാവുന്നവരെ ശരിയാ. നമ്മൾ തോറ്റ് പിന്മാറാൻ ശരിയല്ല. ഇത്ര ദിവസം അടിയിലായിട്ട് ചെയ്തിട്ട് തോറ്റ് പിന്മാറാൻ ശരിയല്ലല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? 2 3 വട്ടം ലിജി പാളിപ്പോയിട്ടോ. എനിക്കൊന്ന് ക്ഷീണം കാരണമായിരിക്കണം. 4 വട്ടം പാളിപ്പോയി. എന്നുവെച്ചാൽ പകുതി വരെ ഒരു മുട്ടയിൽ ഇങ്ങനെ കുത്തി അങ്ങ് നിൽക്കും. ഇനി മേലോട്ട് ലിഫ്റ്റ് ആവുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ ഇതിൻ്റെ ഈ പ്രശ്നം വെച്ചാലേ പകുതി വരുമ്പോൾ ഈ നടു അല്ലെ ഈ കാലിൻ്റെ ഇവിടെ നൂത്ത് കൊടുക്കണം കേട്ടോ. എന്താ ചെയ്യണ്ടേ? പൊങ്ങുക, കാല് നോക്കുക, എണീക്കുക. അപ്പോൾ അത് മനസ്സിൽ വെച്ചോണം കേട്ടോ. 3 സ്റ്റെപ്പാ. തറയിൽ ചവിട്ടുക, തറയിൽ ചവിട്ടുക, നടു വെക്കുക, എണീക്കുക. ഓക്കെ എണീറ്റോ. റെഡി 1 2 3 സ്റ്റാർട്ട്. എണീറ്റോ. എണീറ്റില്ലേലും ഓക്കെ. എണീറ്റില്ലെങ്കിൽ കാല് സപ്പോർട്ട് തരാം. അപ്പോൾ എണീറ്റോ. എണീറ്റോ. റെഡി 1 2 3 സ്റ്റാർട്ട്. എണീറ്റോ. പൊങ്ങട്ട് പൊങ്ങട്ട്. ഓ വെരി ഗുഡ്. പിന്നല്ല നേരെ നിൽക്ക്. കൈക്ക് ബലം കൊടുത്തേക്ക്. നടു നോത്തേക്ക്. എന്താ വളഞ്ഞിക്കുന്നേ? നൂന്നിന്നേ. നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ഞാനിവിടെ പിടിക്കാം വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ ശരീരത്തിന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ലിജിനെ ഒന്ന് പിടിച്ച് നിർത്തി കേട്ടോ. നാളെ ഇതേണൊക്കെ ലിജി കാലിൽ കുറച്ച് വെയിറ്റ് കയറിയിട്ട് വേണം നമുക്ക് നടക്കാനായിട്ട്. നാളെ തൊട്ട് വീണ്ടും 2-3 സ്റ്റെപ്പ് നടന്നു നോക്കണം കേട്ടോ. പിടിച്ച് നടന്നു നോക്കണം. പറ്റുന്ന പോലെ നടന്നു നോക്കാം നമുക്ക്. അപ്പോൾ ലാസ്റ്റ് 4 വട്ടം പറ്റിയില്ലെങ്കിലും 5ാമത്തെ വട്ടം ലിജി എഴുന്നേറ്റ് നിന്ന് കേട്ടോ. കൈക്ക് വില കൊടുത്താൽ പൊങ്ങണം. ഇവിടെ എന്താ പറയുക? കൈക്ക് വില കൊടുത്താൽ പൊങ്ങണം. ഇപ്പം നിനക്ക് കൈ കൊണ്ട് പൊങ്ങാനേ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ സ്വന്തമായിട്ട് ഇങ്ങനെ താങ്ങാതെ പൊങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇച്ചിരി ഹെൽത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൈ ഒന്ന് കുത്തി വേണം പൊങ്ങാൻ കേട്ടോ. ശ്രദ്ധിക്കണം. ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് വേണം. അപ്പം അതെ. അപ്പോൾ ഇതിങ്ങനെ നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വളരെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ലിജിക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വലിയ പ്രശ്നം കേട്ടോ. അപ്പം നമുക്കിതിങ്ങനെ പയ്യെ ഇങ്ങനെ ഓക്കെ ആക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ നിന്നല്ല കറക്റ്റായിട്ട് ഇന്ന് കറക്റ്റായിട്ട് നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോറ്റുവാൻ പാടില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. നാളെ രാവിലെ നല്ല ഊർജ്ജത്തോടെ
ലിജി എണീക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം. എണീറ്റ് 2-3 സ്റ്റെപ്പ് നല്ല രീതിയിൽ നടക്കുന്നൊരു വീഡിയോ ആയിട്ട് വരാം. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഇന്നത്തെ ദിവസം ബൈ പറയുകയാണ് നിങ്ങളോട്. ബൈ പറയാണ്. ബൈ പറയാൻ എളുപ്പം. ബൈ പറഞ്ഞാൽ പിന്നെ ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് ഭയങ്കര ക്ഷീണമായിപ്പോയി. ബൈ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറ. രക്ഷപ്പെട്ടു. ആ ഓക്കെ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എല്ലാവർക്കും ബൈ പറയുന്നു. ബൈ. ഇതേ അച്ഛൻ വാർത്ത കേൾക്കുന്നു. ബൈ ബൈ. ബൈ ബൈ.